രാവിലെ എഴുന്നേൽക്കുന്നു, ലാപ്ടോപ്പ് തുറക്കുന്നു. ഇതിനിടയിൽ ചായ കുടിച്ചോ എന്ന് ചോദിച്ചാൽ അറിയില്ല. വൈകുന്നേരം മീറ്റിംഗ് കഴിഞ്ഞ് ലാപ്ടോപ്പ് അടയ്ക്കുമ്പോഴായിരിക്കും പുറത്ത് രാത്രിയായത് അറിയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോ ഒരു സർക്കസ് കൂടാരത്തിലാണ്. ഒരു കയ്യില് ജോലി, മറുകൈയില് കുടുംബം, കാലിന്റെ തള്ളവിരലില് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ഒന്നൊന്നര ബാലൻസിങ്ങിനെ കുറിച്ചാണ്. അതായത് ബോസിന്റെ കോളും ഈ വീടിന്റെ ബെല്ലും ഒരേ സമയം അടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യടോ? ചിരിക്കാം, ചിന്തിക്കാം. കൂടെ ഞാനുണ്ട് കൃഷ്ണ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹൃദയപൂർവ്വം. നമ്മളോട് ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെന്ന് കരുതുക, എങ്ങനെയുണ്ട് ജീവിതം എന്ന്. നമ്മൾ ഉടനെ പറയും, ജീവിതം ഭയങ്കര തിരക്കാടോ, ശ്വാസം വിടാൻ പോലും സമയമില്ല. ശരിയല്ലേ? പക്ഷേ കൂട്ടുകാരെ, ശ്വാസം വിടാൻ സമയമില്ലാത്ത ഈ ഓട്ടം എന്തിനു വേണ്ടിയാണ്? കരിയറിലെ ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ഈ വർക്ക് ലൈഫ് ബാലൻസ്. ജോലിയും ജീവിതവും തമ്മിൽ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യം. സത്യം പറഞ്ഞാൽ ഇത് ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഐസ് കഷ്ണത്തിന് മുകളിൽ നിൽക്കുന്നത് പോലെ തന്നെയാണ്. അല്പം ശ്രദ്ധ തെറ്റിയാൽ നമ്മൾ വീണു പോകും. ഇത് നമുക്ക് എങ്ങനെ രസകരമായി കൈകാര്യം ചെയ്യാമെന്ന് നോക്കിയാലോ? ഓഫീസിനെ ഓഫീസിൽ തന്നെ അങ്ങ് വിടാം. എങ്ങനെ? ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ നമ്മുടെ സ്മാർട്ട് ഫോൺ ഒന്ന് സ്മാർട്ടായി മാറ്റിവെച്ചൂടെ? ബോസിന്റെ ഇമെയിൽ നോക്കുന്ന അതേ ഗൗരവത്തോടെ വീട്ടിലെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളെയും നമുക്ക് കണ്ടുകൂടെ? ജോലി നിങ്ങളെ മാറ്റി നിർത്താം, പക്ഷേ കുടുംബത്തിന് നിങ്ങൾ അത്യാവശ്യമല്ലേടോ? അടുത്തത് റീചാർജ് സമയം. ഫോൺ ചാർജ് തീർന്നാൽ നമ്മൾ ഉടനെ പ്ലഗ് പോയിന്റ് നോക്കി ഓടത്തില്ലായോ? പക്ഷേ നമ്മുടെ ചാർജ് തീരുമ്പോൾ നമ്മൾ എന്താടോ ചെയ്യുന്നേ? ദിവസവും ഒരു 15 മിനിറ്റ് നിങ്ങൾക്കായി എന്ന് മാറ്റിവെച്ചേ. അത് പാട്ട് കേൾക്കാനാവാം, പഴയൊരു ഹോബി പൊടി തട്ടി എടുക്കാനാവാം, അല്ലെങ്കിൽ വെറുതെ ഇരിക്കാനോ ഭാര്യയുടെ കൂടെ അല്പം സമയം സ്പെൻഡ് ചെയ്യാനോ എന്തെങ്കിലും ആവട്ടെ. ആ 15 മിനിറ്റാണ് നിങ്ങളുടെ അടുത്ത 15 മണിക്കൂറിനുള്ള ഊർജം. അടുത്തത് നോ എന്ന് പറയാൻ പഠിക്കാം. എല്ലാ കാര്യവും ഏറ്റെടുത്തിട്ട് അവസാനം ഇങ്ങനെ പെട്ടുപോയെന്ന് പറയുന്നവരാണ് നമ്മളിൽ പലരും. അല്പം നോയൊക്കെ പറയാം. നിങ്ങളുടെ സമാധാനം നിലനിർത്താൻ അത് നിങ്ങളെ സഹായിക്കും. അതിനി കരിയറിലായാലും ജീവിതത്തിലായാലും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്ന് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് നാളെ നിങ്ങൾ പോയില്ലെങ്കിൽ അവിടെ പകരം ഒരാൾ വരാൻ ചിലപ്പോൾ മണിക്കൂറുകൾ മതിയായിരിക്കും. പക്ഷേ നിങ്ങളുടെ കുടുംബത്തില്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇടയില് നിങ്ങൾക്ക് പകരം നിൽക്കാൻ മറ്റൊരാളുണ്ടോ? അതുകൊണ്ട് കരിയറിൽ ഓടുക, ഉയരങ്ങൾ കീഴടക്കുക. പക്ഷേ കൂടെയുള്ളവരുടെ കൈപിടിക്കാൻ മറക്കരുതേ. സ്വന്തം ഇഷ്ടങ്ങളെ ശ്വാസം മുട്ടിക്കരുത്. ജീവിതം ഒന്നല്ലേടോ ഉള്ളൂ. അത് ജോലി ഫയലുകൾക്കിടയിൽ തീർക്കാനുള്ളതല്ലെന്ന് ഒന്ന് മനസ്സിലാക്കണോ? നമുക്ക് ഒന്നിച്ച് ചിരിക്കാം, ഒന്നിച്ച് വളരാം. കൂടെ ഞാനുണ്ട് കൃഷ്ണ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹൃദയപൂർവ്വം. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നത് വരേക്കും ബൈ.